ആവേശങ്ങളുടെ ആവേശമായി തെലങ്കാനയിൽ ബി ജെ പി 2 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ പിടിച്ചടക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു നേട്ടം തെലങ്കാനയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കൈവരിക്കാൻ കഴിയുന്നത്. രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിൽ കൈവരിക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഈസ് ഫോർ മുസ്ലിംസ്, മുസ്ലിംസ് ആർ ഫോർ കോൺഗ്രസ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും മുന്തിയ പരിഗണന മുസ്ലിങ്ങൾക്ക് എന്ന് പണ്ട് നരേന്ദ്രമോദി അല്ല, പണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞുകൊണ്ട് വർഗീയമായിട്ടുള്ള വികാരം, വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ട് നടത്തിയ വർഗീയ പ്രചാരണത്തിന് ഒടുവിൽ ബി ജെ പിക്ക് അവിടെ തീർച്ചയായിട്ടും 2 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ പിടിച്ചടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. ഇത് മാത്രമല്ല, നേരത്തെ 13% മാത്രം വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പി ഇക്കുറി അതിന്റെ സ്ട്രൈക്ക് റേറ്റ് 20% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു നേട്ടം, 7% വർധന നേടിക്കൊണ്ട് വലിയൊരു കുതിപ്പാണ് ബി ജെ പി ഇവിടെ. ഒരിക്കലും അവരുടെ ബാലികേറാമലയായ തെലങ്കാനയിൽ നേട്ടം കൈവരിച്ചിരിക്കുന്നു ഈ പ്രാവശ്യം. ഇത് തീർച്ചയായിട്ടും രേവന്ത് റെഡ്ഡിയുടെ അവസാനത്തിലെ കലാശിക്കുകയുള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ, കരീംനഗർ, നിസാമാബാദ് ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ബി ജെ പിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളില്ല. ഒന്നാമത് അവിടെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം സാന്നിധ്യം. രണ്ടാമത് അത് റെഡ് കോറിഡോറുകളാണ്. റെഡ് കോറിഡോറുകൾ അതായത് ഇന്ത്യയിലെ നക്സൽ ബാധിതമായിട്ടുള്ള കലാപഭൂമിയാണ്. അതുകൂടാതെ പണ്ടൊരിക്കൽ കമ്മ്യൂണിസ്റ്റുകളുടെ കോട്ടയായിരുന്ന സ്ഥലമാണ്, ചുവപ്പ് കോട്ടയായിരുന്ന സ്ഥലമാണ്. നമുക്കറിയാം തെലങ്കാന വിപ്ലവത്തിന്റെ ഒക്കെ കാലഘട്ടം. തെലങ്കാനയിലാണ് സഖാക്കളുടെ ആവേശഭരിതമായിട്ടുള്ള വിപ്ലവ വീര്യം, പോരാട്ടങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. ആ ആവേശങ്ങള് ഒക്കെ അതിന്റെ ആവേശം കണക്കിലെടുത്തുകൊണ്ടാണ് BT രണദിവെ കൽക്കട്ട തെസിസിൽ ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് സമയമായി എന്ന് ആഹ്വാനം ചെയ്തത്. വിപ്ലവത്തിലേക്ക് പോകുക, ജനാധിപത്യത്തെയും അതിന്റെ സ്ഥാപനങ്ങളായിട്ടുള്ള ഭരണഘടനയെയും ജുഡീഷ്യറിയെയും പാർലമെന്റിനെയും എക്സിക്യൂട്ടീവായിട്ടുള്ള മന്ത്രിസഭയെ അട്ടിമറിച്ചുകൊണ്ട് വിപ്ലവത്തിലൂടെ മാവോസെത്തും എങ്ങനെ തോക്കിക്കുഴലിലൂടെ ചൈനയിൽ അധികാരത്തിൽ വന്നോ അതുപോലെ വിപ്ലവം നടത്തി അധികാരത്തിൽ വരാൻ ആഹ്വാനം ചെയ്ത ആ ആവേശം ഉള്ള സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് തെലങ്കാന. അവിടെയാണിപ്പോ അതിന്റെ ഒരു ഇടക്കാലം എന്നുള്ളത് പോലെ, അതിന്റെ ഒരു മധ്യവേനൽ എന്നതുപോലെ ഇപ്പോൾ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിന്റെ ചുവപ്പിൽ നിന്ന് കോൺഗ്രസിന്റെ നിറത്തിലേക്ക്, പല നിറങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോ അടുത്തായിട്ട് പോകുന്നത് ഈ ചുവപ്പ് കോട്ടയിലും അവിടുത്തെ ചുവപ്പും എല്ലാം കാവിയാകാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയാണ്. കാരണം ബി ജെ പിക്ക് ഒരിക്കലും സീറ്റ് കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ബി ജെ പി വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നേറി. അവിടെയുള്ള ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടാണ് ബി ജെ പി മാറിയിരിക്കുന്നത്. ഈ 2 നഗര, തിരുവനന്തപുരം പോലെയുള്ള 2 കോർപ്പറേഷനുകൾ അങ്ങനെ അവർ പിടിച്ചടക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഹൈദരാബാദിൽ ഒരിക്കലും അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ഒവൈസിയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള പ്രദേശമാണ് അവിടെ ഹൈദരാബാദും അതുപോലെ സെക്കന്ദരാബാദും ഒക്കെ ട്വിൻ സിറ്റീസ്. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ബി ജെ പി പോലും പ്രതീക്ഷിച്ചതല്ല ഇവിടേക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത്. പക്ഷെ അവിടെയും അനായാസേനയായിട്ട് അത് സാധിച്ചിരിക്കുന്നുണ്ട്. ആ വർഗീയ വിദ്വേഷങ്ങൾ പരത്തുന്നതിനിടയിൽ അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വിജയം തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്നു മാത്രമല്ല, ബി ജെ പി മാത്രമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു കക്ഷി. കോൺഗ്രസ് ആകട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ തെലങ്കാന രാഷ്ട്രീയ സമിതി, ഇപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്, BRS എന്നാക്കിയിട്ടുണ്ട്, ഭാരത് രാഷ്ട്ര സമിതി എന്ന് പറയുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി അത് തകർന്നടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിച്ചിരുന്നത് ചന്ദ്രശേഖർ റാവുവിന്റെ BRS ആണ്.
ആ PRS ഇതിൽ തകർന്നടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഇന്ററിം പീരീഡ്, അതൊരു ഇടക്കാലം കോൺഗ്രസ് വന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ PRS തകർന്നടിക്കും. ഇനി അടുത്തതായിട്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നതും അതാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളില്ല. അത് തന്നെയാണ് BJPയുടെ കരുത്തോടെ വർദ്ധിച്ചു. 20% വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ കേരളത്തിൽ വോട്ട് ചെയ്തതിനേക്കാൾ കൂടിയ ശതമാനത്തിലാണ്. കേരളത്തിൽ 19 അല്ലേ ഉള്ളൂ. അവിടെ 20%-ലേക്കുള്ള ഒരു കുതിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് നിസ്സാരമൊന്നുമല്ല. അതുപോലെ തന്നെ BRSനെയും കോൺഗ്രസിനെയും ശക്തമായ വേരോട്ടമുള്ള മജ്ലിസ് പാർട്ടി പിന്തുണച്ചു. മജ്ലിസ് പാർട്ടി മുസ്ലിങ്ങളുടെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിട്ടാണ് ഇത്തരം സീറ്റ് നേടാൻ കഴിഞ്ഞത് കോൺഗ്രസിനും അതുപോലെ തന്നെ BRSനും. BJP ആകട്ടെ അങ്ങനെയുള്ള വർഗീയമായിട്ട് യാതൊരു കൂട്ടുകെട്ടിനും ഒറ്റയ്ക്കാണ് ഇത് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായിട്ട് കേരളത്തിലെ പോകുന്നത്. ആ ത്രികോണ മത്സരത്തിലാണ് മറ്റ് രണ്ട് കക്ഷികളെയും തോൽപ്പിച്ചുകൊണ്ട് കരീംനഗറിലും നിസാമാബാദിലും താമര വിരിയിച്ച് അവർ കാണിച്ചത്. അപ്പോ ഇത് തീർച്ചയായിട്ടും പച്ചയിൽ നിന്ന് കാവിയിലേക്കുള്ള ഒരു പരിണാമമാണ്. ആ തരത്തിലൊരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അടുത്ത തവണ സ്ഥിതി അല്പം മെച്ചപ്പെട്ടു കഴിഞ്ഞു. ഒരു 25-30% പോയി. ഈ പ്രാവശ്യം വന്ന വളർച്ചയിൽ വന്നു. ഇപ്പൊ 7% വളർച്ച ഉണ്ടായിരിക്കുന്നത്. ആ 7% വീണ്ടും ഒരു 7%, അതിൽ 10% കുതിച്ചു കഴിഞ്ഞാൽ BJPക്ക് തെലങ്കാനയിലെ മുഖ്യമന്ത്രി പദം അവിടെ അലങ്കരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇവർക്ക് പ്രതീക്ഷകളില്ലായിരുന്നു ഈ പ്രാവശ്യം. അപ്പൊ മന്ദഗതിയിലുള്ള പ്രചാരണമാണ്. എന്നിട്ട് പോലും 2 കോർപ്പറേഷനുകൾ കയ്യിൽ കടഞ്ഞ് വീണ് കിട്ടിയ കളിപ്പാട്ടം. അതുപോലെ ഇതുപോലെ ഒരു ശ്രമം കൂടി ഉണ്ടാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും പങ്കെടുക്കാറുണ്ട് പ്രചാരണം. പക്ഷെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ 20 മുതൽ 27-ലേക്കും 30-ലേക്കും ഒക്കെ കടക്കാൻ കഴിയും. അന്നേരം മന്ത്രിസഭ ആരെ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും BJP ആയിരിക്കും. ഒരുപക്ഷെ അവർക്ക് തന്നെ മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ തെന്നിന്ത്യയിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുമ്പോൾ. BJPയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ് തെലങ്കാന എന്നുള്ളതാണ്. ആ തെലങ്കാനയിലും വർഗീയ വിദ്വേഷത്തെ, വർഗീയ മുദ്രാവാക്യത്തെ, വർഗീയ പ്രീണനത്തെ എല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നൽകുന്ന ഏറ്റവും മഹത്തായ പാഠം. അതുപോലെ തന്നെ 114 മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ 7 കോർപ്പറേഷനുകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. 83 മുനിസിപ്പാലിറ്റികളിലും 5 കോർപ്പറേഷനുകളിലും കോൺഗ്രസിനാണ്. 335 വാർഡ് BJPക്ക് ലഭിച്ചു. തദ്ദേശ 335 വാർഡ് അവർ ഒറ്റയ്ക്ക് നിന്ന് നേടി എന്നുള്ളത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. BJP അവിടെ ഒരു വലിയ ശക്തിയായിട്ട് പരിണമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.